Hi, hello. Welcome students. Welcome to this new channel of DocSta NEET UG program. Myself, Dr. Vidya, NEET UGയുടെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ തിരക്ക് പിടിച്ച ഒരു എക്സാം പ്രിപ്പറേഷൻ ഘട്ടത്തിലായിരിക്കും. ബിക്കോസ് ബോർഡ് എക്സാംസ് ആർ അപ്രോച്ചിങ്. അതുകൂടാതെ നീറ്റ് 2024 എക്സാംസും വരുന്നുണ്ട്. വാട്ട് വി എയിം, നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾ എന്ത് ക്ലാസ്സുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് we have a very few months for our board exam as well as NEET exam. So how you can prepare effectively for the upcoming NEET exams. We know that NCERT syllabus pragaram many of the chapters are deleted. നമുക്ക് അറിയാം കുറേ നമ്മൾ ഡിലീറ്റഡ് പോർഷൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ലൈക്ക് അത് കൂടുതൽ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലാണ്. നമുക്കറിയാം കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഇൻഓർഗാനിക് ഉണ്ട്, ഇസന്റ് ഇറ്റ്? അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മിക്കവാറും എല്ലാവർക്കും ഫിസിക്കൽ ആയിരിക്കും. ഓർഗാനിക് കെമിസ്ട്രി എല്ലാവരുടെയും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പോർഷനാണ്, ഇസന്റ് ഇറ്റ്? Total 21 chapters you have for your NEET exams from chemistry syllabus. 21 chapter ആണ് നിങ്ങൾക്കുള്ളത്. So this 21 chapters and we have very few days left for a NEET UG exam. So how to prepare very effectively covering all these 24 chapters വളരെ important ആണ്. So we are aiming to provide you with basic chemistry classes, basic knowledge of the chemistry classes, and using this നിങ്ങൾക്ക് ഈ ഞങ്ങൾ തരുന്ന ഈ തിയറി ക്ലാസ് ഉപയോഗിച്ചിട്ട് how you can solve a numerical അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു തിയറി പഠിച്ചിട്ട് എനിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാവരുടെയും പരാതി. അപ്പം ആ പരാതി അല്ലെങ്കിൽ ആ ഒരു ട്രബിളിനെ നമ്മളെങ്ങനെ ഓവർകം ചെയ്യും? സോ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ പ്രോബ്ലം ഓറിയൻറ്റഡ് ലേണിംഗ്. പ്രോബ്ലത്തെ കുറിച്ച് കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ട്, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ വന്ന നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഇതിനോടൊപ്പം, അതായത് ക്ലാസ്സുകളുടെ ഇടയിലും ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഈ ചാപ്റ്റർ വി വിൽ ബി പ്രൊവൈഡിങ് വിത്ത് എ ഫ്യൂ ന്യൂമറിക്കൽസ് പ്രോബ്ലംസ്, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള രീതിയും കൂടെ വി വിൽ ബി ഡെമോൺസ്ട്രേറ്റിംഗ് ഹിയർ. ഓക്കെ, അപ്പം ദാറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട് ബിക്കോസ് മെനി ഓഫ് യു ഞാൻ പറഞ്ഞ മാതിരി മാർക്സ് പോകുന്നത് ഈവൻ ഫോർ യുവർ ബോർഡ് എക്സാംസ് മാർക്സ് പോകുന്നത് പ്രോബ്ലത്തിനായിരിക്കും, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പലർക്കും ബയോളജി ഈസിയാണ്, കെമിസ്ട്രി പാടാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? കെമിസ്ട്രിയിൽ കുറച്ചും കൂടെ ന്യൂമറിക്കൽസ്, അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ കുറച്ചും കൂടെ ഒരു ന്യൂമറിക്കൽസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ യു ക്യാൻ ഓവർകം വാച്ചിങ് ആ വീഡിയോസ്. നെക്സ്റ്റ് ഇസ് ടൈം മാനേജ്മെൻറ്റ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ സിലബസ് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്തു എങ്കിൽ കൂടി അതൊരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ എഴുതി മാർക്ക് സ്കോർ ചെയ്യുക പറയുന്നത് യു നീഡ് സം എക്സ്പീരിയൻസ് വേണം അതിന്. സ്വയം യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ്, ഇസന്റ് ഇറ്റ്? അപ്പോൾ ചിലത് നമുക്കറിയാം, ചില റിയാക്ഷൻസോ മെക്കാനിസംസോ കൺവെൻഷണൽ വേയിൽ നമ്മൾ എഴുതി പോയേ പറ്റും, എന്നാൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബട്ട് സർട്ടൻ തിങ്സ് ഇൻ കെമിസ്ട്രി, ചിലത് നമുക്ക് ട്രിക്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എളുപ്പ വഴി കൂടിയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ ദാറ്റ് ഓൾസോ വി വിൽ ബി ഡെമോൺസ്ട്രേറ്റിംഗ് ടു യു സർട്ടൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വിച്ച് ക്യാൻ ബി സോൾവ് ഈസിലി. അതായത് ഒരു 5 മിനിറ്റ് എടുത്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യനെ ഏറ്റവും എളുപ്പത്തിൽ ഒരു 2 മിനിറ്റോണിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ളത് കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതായത് ഒരു ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ടൈമിൽ ഏറ്റവും ആവശ്യമായ കാര്യം, ദാറ്റ് ഈസ് വാട്ട് യു റിക്വയർ ഫോർ യുവർ കോമ്പറ്റേറ്റീവ് എക്സാം, ദാറ്റ് വി വിൽ ബി പ്രസൻറ്റിംഗ് ടു യു ഇൻ എ സിംപ്ലർ ആൻഡ് മോസ്റ്റ് അണ്ടർസ്റ്റാൻഡബിൾ മാനർ. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ്സും ഹൗ ഇറ്റ് വിൽ ബി ഗോയിങ്, എങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു വിൽ ഹാവ് എ ഗുഡ് ടൈം വാച്ചിങ് ആ വീഡിയോസ്. ആൻഡ് ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആരുടെ ക്ലാസ്സിന് ബേസ് ചെയ്തിട്ടായാലും യു ക്യാൻ ജസ്റ്റ് പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് ദാറ്റ് വി വിൽ ബി അഡ്രസ്സിങ് ഇൻ ഡ്യൂറിങ് our next video. Okay. So students, hope you find a good time watching our videos. Thank you so much. So in this session we will be discussing about the first chapter of class 11, that is some basic concepts of chemistry.
പേരുമാതിരി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാം ബേസിക് കെമിസ്ട്രിയിലുള്ള ബേസിക് ടൂൾസ്, ടെക്നിക്സ്, വിച്ച് ആർ ദ ലോസ് ഗവേണിംഗ് കെമിക്കൽ കോമ്പിനേഷൻ, ദെൻ അബൌട്ട് മോളിക്കുലർ ഫോർമുല, മോൾ കൺസെപ്റ്റ് ഒക്കെ ഡീൽ ചെയ്യുന്ന ചാപ്റ്ററാണ്. സോ ഒരു ഓവറോൾ ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വി വിൽ ഹാവ് എ ബേസിക് ഔട്ട്ലൈൻ ഓഫ് വാട്ട് ഈസ് മാറ്റർ, then what is atoms, molecules, what are the laws governing their formation, then you have the important topic of mole concept, empirical formula, molecular formula, calculations, then significant figures. So idana oru overall outline. So students, let's get started. So what actually are we studying in the branch of chemistry? നമ്മൾ എന്തിനെ കുറിച്ചാണ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്? Chemistry is nothing but it is a study of matter and its properties. മാറ്ററും അതിൻ്റെ പ്രോപ്പർട്ടീസും സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് കെമിസ്ട്രി. So next question you need to address is, what is a matter? What do you mean by matter? Matter is anything that occupies space and has a mass. ഏതൊരു വസ്തുവിനും ഒരു മാസും ഒരു സ്പേസും അത് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന കസേര, നിങ്ങളുടെ കയ്യിലുള്ള പെന്ന്, പേപ്പർ, ബുക്ക്, എവറിത്തിങ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് മാറ്റർ. Basically, matter can be divided into or classified into solids, liquids and gases. So solids, we know that they have a well ordered arrangement of particles, അതായത് പാർട്ടിക്കിൾസ് ഒരു ഫിക്സഡ് പൊസിഷൻസിലാണ് സോളിഡിൽ ഇരിക്കുന്നത്, ആൻഡ് ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ്. സോ സോളിഡ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദേ ഹാവ് എ ഫിക്സഡ് മാസ് ആസ് വെൽ ആസ് എ ഫിക്സഡ് ഷേപ്പ്. നൗ കമ്മിങ് ടു ലിക്വിഡ്, ലിക്വിഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേ ആർ മോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സോളിഡ്സ്. നമുക്കറിയാം നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ലിക്വിഡ് എടുക്കുന്നത് അതിൻ്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിനെ അക്വയർ ചെയ്യാം. So we can define liquid which has a definite volume but not definite shape. Then coming to gases, they are very discrete particles. They have random motion and free to move and so they neither have any definite shape nor any definite volume. Also we know that all the forms of matter, all the three forms of matter which we have discussed here are readily interconvertible. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് മാറ്ററിന്. നമുക്കറിയാം ലിക്വിഡ്, സോളിഡ് ടു ലിക്വിഡിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐസ് ടു വാട്ടർ ആണ്. ഐസ് ടു വാട്ടർ സിമ്പിൾ കൺവേർഷൻ ആണ്. ഐസ് എടുത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ അത് ലിക്വിഡ് വാട്ടർ ആയിട്ട് മാറും, ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് റിഫേർഡ് ടു ആസ് മെൽറ്റിംഗ് എന്ന് പറയുന്നു. സിമിലർലി ലിക്വിഡിനെ നമുക്ക് ഗ്യാസ് ആക്കി മാറ്റാം. ഇഫ് ഐ ടേക്ക് സം വാട്ടർ ഇൻ എ ബേക്കർ ആൻഡ് അപ്ലൈ സം ടെമ്പറേച്ചർ, നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദ വേപ്പർ സ്റ്റേറ്റ്. So that process is referred to as vaporization. Similarly, another technique, direct conversion of solid to gas. Solid ne gas ആക്കുന്ന technique, it's we know അതിനെയാണ് we call it as sublimation. Sublimation, നമ്മളെ വീട്ടിലുള്ള കർപ്പൂരം, camphor is a very good example of substance which undergoes sublimation. അത് ഒരു particular temperature above ആയി കഴിഞ്ഞാൽ they directly change into the gaseous state. Another example of substance that undergoes sublimation is naphthalene. Then you have solid carbon dioxide, which is referred to as dry ice. Then iodine. These are all examples. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഡെഫിനറ്റ്ലി ഈ സബ്ലിമേഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഏതൊക്കെയാണ് സബ്ലിമേഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞതിൻ്റെ റിവേഴ്സ് പ്രോസസ്സും പോസിബിൾ ആണ്. ഗ്യാസിനെ നമുക്ക് സോളിഡ് ആക്കാൻ പറ്റും, സിമിലർലി ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ പറ്റും, ലിക്വിഡിനെ വി ക്യാൻ ഓൾസോ കൺവേർട്ട് ഇറ്റ് ഇൻ ടു സോളിഡ് ഫോം. സോ ഓൾ ദീസ് ഫോംസ് ഓഫ് മാറ്റർ are readily convertible from one form to another. ഇനി ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ പറയുകയാണെങ്കിൽ മാറ്ററിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം? ബേസിക്കലി ദർ ആർ ടു ടൈപ്സ്. മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് മിക്സ്ചേഴ്സ് ആൻഡ് പ്യോർ സബ്സ്റ്റൻസസ്. ആദ്യം നമുക്ക് പ്യോർ സബ്സ്റ്റൻസസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പ്യോർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട്, ഞാൻ പറയാം കോപ്പർ, ഗോൾഡ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ കോപ്പർ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി കോപ്പർ, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ഓൺലി മെയ്ഡ് ഓഫ് കോപ്പർ. ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി ഗോൾഡ് മാത്രമാണ് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ പ്യോർ സബ്സ്റ്റൻസ് എന്നും വിളിക്കുന്നു. പ്യോർ സബ്സ്റ്റൻസ് തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട്, എലമെൻറ്റ്സ് ആൻഡ് കമ്പൗണ്ട്സ്.
അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഗോൾഡ് സിൽവർ ഒക്കെ നമ്മൾ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി ദാറ്റ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്, നോട്ട് എനി അതർ പാർട്ടിക്കിൾസ്, അങ്ങനെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ബട്ട് കോമ്പൗണ്ട്സിലേക്ക് വരികയാണെങ്കിൽ വി നോ വാട്ടർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട്. വാട്ടർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട്. Here we see more than 2 elements. Oxygen ഉണ്ട്, hydrogen ഉണ്ട് in the case of water. But here oxygen and hydrogen are in definite ratio. അതായത് ഒരു പർട്ടിക്കുലർ രീതിയിൽ കമ്പൈൻ ചെയ്ത one or more than one compounds, if they combine in a particular ratio only, we will get pure substances. അതായത് കമ്പൈൻ ചെയ്യുന്നത് ഒരു ഡെഫിനിറ്റ് റേഷ്യോ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ we can call them as pure substances. So pure substances are further classified into elements and compounds. Now coming to mixtures. Mixtures നമുക്കറിയാം, they are combination of 2 or many elements but not in a definite proportion. ഒരു പ്രത്യേക രീതിയൊന്നുമില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് കമ്പൈൻ ചെയ്യാം. അതിൽ ഒന്ന് കുറഞ്ഞു പോയോ ഒന്ന് കൂടിപ്പോയോ എന്നുള്ളത് ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അങ്ങനെയുള്ള മാറ്ററിനെയാണ് വി കോൾ ഇറ്റ് ആസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. Mixtures are also 2 types, homogeneous mixtures and heterogeneous mixture. Homogeneous mixture എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, if I have a glass of beaker and I am adding some salt to it and stirring, what happens? നമുക്കറിയാം സോൾട്ട് കംപ്ലീറ്റ്ലി ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അതായത് ആ ബീക്കറിൽ ഉള്ള വെള്ളത്തിൽ എല്ലാ ഭാഗത്തും സോൾട്ട് ഈക്വലി ഇറ്റ് ഗെറ്റ്സ് ഡിസോൾവ്. So it's a uniform mixture, ഒരു യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന പിന്നെ മിക്സ്ചറാണ്, and that we refer to as a homogeneous mixture. Now the same experiment, if I am taking the glass of water and adding some mud, നമ്മൾ മണ്ണ് അതിലേക്ക് ഇട്ട് കലക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് അലിയും കുറച്ച് അലിയാതെ കിടക്കും. അങ്ങനെ പിന്നെ യൂണിഫോം ഒന്നുമല്ല, അൺഈക്വൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും. സോ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഫോംസ് ആൻഡ് ഹോമോജീനിയസ്, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ, that we can categorize under heterogeneous mixture. So matter 2 types, mixtures and pure substances. Pure substances further classified into elements and compounds. So pure substances will contain 2 or 1 or more than 1 elements but in a definite proportion. But coming to mixtures, they will not have any definite proportions. They can combine in any way and there will not be any specific ratio of their combination. Now we have studied, നമ്മൾ പഠിച്ചു മാറ്റർ എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് നമുക്ക് മാറ്ററിനെ മെഷർ ചെയ്യാം? ഹൗ ക്യാൻ വി മെഷർ മാറ്റർ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമുക്കറിയാം പിന്നെ ദർ ആർ മെനി മെത്തേഡ്സ്. മാറ്ററിനെ മെഷർ ചെയ്യുമ്പോൾ പല രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. And you have 7 basic measurement, basic physical quantities. അത് മാറ്ററിനെ ഡിഫൈൻ ചെയ്യാൻ ഉള്ള 7 ബേസിക് ആയിട്ടുള്ള physical quantities here we have shown in the board. ഏതൊക്കെയാ? It is length, mass, time, electric current, temperature, amount of substance and luminous intensity. സോ ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനൊരു സ്പെസിഫിക് യൂണിറ്റും ഉണ്ടാവണം. സോ ദ 7 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദിയർ യൂണിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി സ്റ്റഡി ഇൻ ദ കേസ് ഓഫ് മാറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും യൂണിറ്റ് എന്താണ്. സോ ലെങ്ത് is we usually measure it in meters and the symbol is m, isn't it? Okay, mass, the SI unit. SI corresponds to System International. Mass is generally measured in kilogram and its symbol is kg. Next is time. The SI unit of time is seconds and we put it as S. Now electric current measure ചെയ്യുന്ന ആംപിയറിലാണ്, ampere, and its symbol is A. Next, temperature is measured in Kelvin and it's generally represented by the symbol K. Temperature നമുക്കറിയാം, നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട്, ബട്ട് SI യൂണിറ്റ്, സിസ്റ്റം ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് യൂണിറ്റ് കെൽവിൻ ആണ്. Now amount of substance നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മോളിലാണ് and its symbol is MOL. Now luminous intensity is measured in candela and its abbreviation is CD. Okay, അപ്പോൾ ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന 7 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും
അവരുടെ SI യൂണിറ്റ്സുമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് we can derive further units, and those units which are derived from these 7 basic units are referred to as derived units എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. derived unit. For example, നമ്മളിപ്പോൾ density പറയുകയാണെങ്കിൽ, if I'm talking about density, we know density is mass by volume, isn't it? Mass by volume. വോളിയം നമുക്കറിയാം, ഒരു ക്യൂബിക് സ്ട്രക്ചറിൻ്റെ വോളിയം ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് m into m മീറ്റർ ക്യൂബ്ഡ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ ഡിറൈവ്ഡ് യൂണിറ്റ്. മാസ് നമുക്കറിയാം, മാസ് വി ഹാവ് എക്സ്പ്രസ്ഡ് ഹിയർ ഇൻ കിലോഗ്രാം ആൻഡ് വോളിയം ഇസ് ഇൻ മീറ്റർ ക്യൂബ്. സോ ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്ഡ്. സോ ഇതൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മളുടെ പിന്നെ ബേസ് യൂണിറ്റ്സ് എന്ന് ഡിറൈവ് ചെയ്തുണ്ടാക്കുന്ന മറ്റ് യൂണിറ്റ്സുകളെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, എന്താണ് മാറ്ററിനെ നമുക്ക് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ബേസിക് അവയർനെസ് കിട്ടിക്കാണുമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്തെന്ന് പറയാൻ പോകുന്നത് ടോക്കിംഗ് അബൌട്ട് സം ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അതായത് നമുക്കറിയാം എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒരു ഡെഫിനറ്റ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. സോ ദാറ്റ് കോമ്പിനേഷൻ ഈസ് എക്സ്പ്ലെയിൻ ബൈ സർട്ടൻ ലോസ് ഇൻ കെമിസ്ട്രി. ആ ലോസ് ഒന്ന് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. First law is the law of conservation of mass, or it is also referred to as law of conservation of matter, and was proposed by the scientist Anthony Lavoisier. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് തന്നെയാണ്, വളരെ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ്. സിമിലർലി നമുക്കറിയാം എനർജി നമുക്കൊന്നും പിന്നെ ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ പറ്റില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ നമ്മൾ ഒരു ഫാൻ ഓൺ ആക്കുകയാണെന്ന് വിചാരിച്ചോളൂ. വാട്ട് ഈസ് അവിടെ എന്താണ് ഒരു മാറ്റം സംഭവിക്കുന്ന? ഇലക്ട്രിക്കൽ എനർജി ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒന്നും അവിടെ പുതുതായിട്ട് ഉണ്ടാകുന്നുമില്ല, ഒന്നും അവിടെ നശിപ്പിക്കപ്പെടുന്നുമില്ല. ജസ്റ്റ് ഇറ്റ്സ് എ കൺവേർഷൻ. അത് തന്നെയാണ് ഈ ലോ. അപ്പോൾ നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഗിവ് water, isn't it? അല്ലേ, ഇതല്ലേ നമ്മളുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഫ്രം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ ലെറ്റ് us ഇവാലുവേറ്റ് ഇൻ ഗ്രാംസ്. നമുക്ക് നോക്കാം റിയാക്റ്റൻ്റ് എത്ര ഉണ്ട്, അതനുസരിച്ചിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും അവിടെ നഷ്ടം വന്നിട്ടുണ്ടോ എന്ന് വി ക്യാൻ ജസ്റ്റ് ഇവാലുവേറ്റ്. സോ ഹിയർ യു ഹാവ് 4 hydrogen. സോ mass of 1 hydrogen is 1 gram. So 4 hydrogen will correspond to 4 grams. Here you have oxygen O2 32 grams O2. 1 oxygen mass is 16 grams, so 2 oxygen will get 32 grams. Now product evaluate cheyanengil you have 2 water molecules, correspondingly 2 water molecules are formed. Oru water molecule inde weight nu parna it's 18 grams, so 2 water molecules will give you 36 grams, isn't it? 36 grams. അപ്പോൾ നമ്മളൊന്ന് പിന്നെ പ്രോഡക്റ്റ് ഒന്ന് സം ചെയ്താൽ യു ഗെറ്റ് 36 gram ഓഫ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് 4 + 32 grams വിൽ ഗിവ് യു 36 gram ഓഫ് റിയാക്റ്റൻസ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു 36 gram ഓഫ് പ്രോഡക്ട്സ്, isn't it? 36 gram of reactants is getting converted into 36 gram of products, and so this illustrates the law of conservation of mass. I hope this is clear to you. Okay. Now next law which was proposed by Joseph Proust is the law of definite proportions. Okay, so let's see what is law of definite proportion. A given compound always contains exactly the same proportion of elements by weight. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞ വാട്ടറിന് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആക്കി എടുത്താൽ വാട്ടർ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. Either by the combustion of hydrocarbons, or if you treat a metal with an acid, ആ ലിബറേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസ് വഴി നമുക്ക് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. പല മെത്തേഡ്സും ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു 2 മെത്തേഡ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വി ഹാവ് മെനി മെത്തേഡ്സ്. ഏത് മെത്തേഡ് കൂടെ നമ്മൾ വാട്ടർ പ്രിപ്പയർ ചെയ്താൽ വാട്ടർ ഇസ് ദ സെയിം, ദാറ്റ് ഇസ് it is H2O, or it contains hydrogen and oxygen in the ratio 2:1.
isn't it? നമ്മൾ water എങ്ങനെ prepare ചെയ്താൽ water is H2O. അതാണ് ഈ law state ചെയ്യുന്നത്. That is, a given compound always contains exactly the same proportion of elements by weight. Whichever method you adopt to synthesize that compound, it will have the same proportion of elements. Okay, fine. Now, next is a law of multiple proportions, which was proposed by the scientist John Dalton. നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതെന്ന്. If two elements can combine to form more than one compound, the masses of one of the element that combines with the fixed mass of the other element are in the ratio of small whole numbers. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മളെങ്ങനെയാണ് അതിനെ ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ, കാർബൺ ഡയോക്സൈഡിൻ്റെ എക്സാമ്പിൾ. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ we get carbon dioxide, isn't it? Okay, now if I am ഇത് പിന്നെ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ കാർബണും ഓക്സിജനും വേറെ റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ we can also produce carbon monoxide, that is C+O2 gives 2CO. ദിസ് ഈസ് ഓൾസോ, അതായത് ഇവിടെ പിന്നെ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്ന പ്രപ്പോർഷൻ ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ ഓരോ റിയാക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട്, ദ ക്വാളിറ്റി, എവറിത്തിങ് ഓഫ് ദ റിയാക്റ്റൻസ് വാട്ട് യു ആർ ടേക്കിംഗ്. സോ ഹിയർ ഓൾസോ ലെറ്റ്സ് സീ നൗ എങ്ങനെയാണ് ഈ ലോ നമുക്ക് ഇലസ്ട്രേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ കാർബൺ is combining with oxygen in different ratio. Here the carbon ratio fixed ആണ്, ബട്ട് ഓക്സിജൻ്റെ റേഷ്യോ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ റേഷ്യോ ഡിഫറെൻ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സും ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ്. ഇഫ് ടു എലമെൻറ്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ദ മാസ് ഓഫ് വൺ എലമെൻറ്റ് ദാറ്റ് കമ്പൈൻസ് വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ. അതായത് ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആണ്, മറ്റേ ആൾ മാത്രമേ ഒരു വേരിയേഷൻ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ, ഈ രണ്ട് ഓക്സിജൻ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫിക്സഡ് റേഷ്യോ ആയിരിക്കും ഉണ്ടാകുക. ഈ റേഷ്യോ നോക്കൂ, ഇവിടെ 2 പിന്നെ ആണ് ഓക്സിജൻ, ഇവിടെ 1 ആണ്. സോ ദ റേഷ്യോ വിൽ ബി 2:1, വിച്ച് ഇസ് എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, അപ്പം ഈ റേഷ്യോ ഇലസ്ട്രേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണിത്. ഓർ യു ക്യാൻ യൂസ് അനദർ എക്സാമ്പിൾ ഇൻ വിച്ച് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഗിവ് വാട്ടർ. But if the proportion is changed, hydrogen combines with oxygen to give you hydrogen peroxide also. അപ്പോൾ ഏത് എക്സാമ്പിൾ വെച്ചിട്ടും you can illustrate this law. Now next is Gay-Lussac's law of gaseous volumes. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ബേസിക്കലി ഇറ്റ് റിഫേഴ്സ് ടു ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ഷൻസിന് പിന്നെ ഫോർമേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലോ ആണ്. ബിക്കോസ് ആ ലോയിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് ദ ലോ റിലേറ്റഡ് ടു ദ ഗേഷ്യസ് സിസ്റ്റംസ്, ഗേഷ്യസ് റിയാക്ഷൻസിൻ്റെ കേസിൽ. Let's see what is the law. When gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at the same temperature and pressure. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഈ ലോയിനെ ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി, ഐ ഹാവ് ഗിവൻ യു ആർ എക്സാമ്പിൾ ഹിയർ. ഹിയർ ഹൈഡ്രജൻ ഗ്യാസ് combines with chlorine gas to form 2 HCl gaseous molecule, 2 HCl ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് പെർ ദിസ് ലോ ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ, വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഗിവ് യു ഗേഷ്യസ് പ്രോഡക്റ്റ്, ദ റേഷ്യോ ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്, പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, എത്ര volume of H2 ആണ് 1 volume. Since it is in gas, we express it in volume. Here also 1 volume of chlorine is getting converted into 2 volumes of HCl. So here the ratio of the reactant to the product is in a simple whole number ratio. Okay, clear students? Now we move on to the last law of chemical combination. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ സയൻറ്റിസ്റ്റിനെ, Avogadro's law. Okay, so what is Avogadro's law? That is, equal volume of all gases under the same temperature and pressure contains equal number of molecules. അതായത് എൻ്റെ കയ്യിൽ 3 ഗ്യാസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാനിവിടെ എക്സ്പെരിമെൻ്റലി ഐ ഹാവ് ഷോൺ യു, ഐ ഹാവ് ആർഗൺ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. But the condition is that I have to take a definite volume. Since it is gas, we have to mention it in volume. So
equal volume, if I am taking equal volume of all gases, that equal volume I have given here is 22.4 liters. ഈ നമ്പറിന് ഒരു വളരെ റെലവൻസ് ഉണ്ട്. 22.4 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് ദ മോളാർ വോളിയം എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽസ് കമ്മിങ് സ്ലൈഡ്സിൽ ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ടു യു. 22.4 is the molar volume, that is the volume occupied by 1 mole of gas. അത് ഏത് ഗ്യാസും ആവാം. അതായത് if you are taking any gas and the volume is the same all the gas in the volume same ആണ്, and there is no variation in temperature or pressure, that is you fix the volume, temperature and pressure, then all the gases will contain equal number of molecules na paraya. Adayithu if you are taking molar volume, that is 22.4 liters of any gas, that will contain the same number of molecules. Okay, hope it's clear with you. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അവഗാഡോസ് ലോ നമുക്ക് കുറച്ചും കൂടി ഒരു അവയർനെസ് അബൌട്ട് ആറ്റംസും മോളിക്യൂൾസും ഒക്കെ തരുന്ന, കുറച്ചും കൂടി ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന ലോ, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒരു എക്സ്പ്ലനേഷൻ തരുന്ന ഒരു ലോ ആണ് അവഗാഡോസ് ലോ. അപ്പം നമ്മൾ പിന്നെ ആറ്റം എന്താ, മോളിക്യൂൾ എന്താന്നൊക്കെ ഉള്ളതിന് ഒരു കൺസെപ്റ്റ്, ഒരു വെരി ബ്രീഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വി നോ ദ വേർഡ് ആറ്റം വാസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ ഡാൽട്ടൺ. ജോൺ ഡാൽട്ടൺ ആണ് ആറ്റമിക് തിയറിയും പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ വി ആർ ലേണിംഗ് ഹിയർ. So let's see what are the basic postulates of Dalton's atomic theory. Dalton ആറ്റത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അതായത് ആറ്റം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻഡിവിസിബിൾ, ദാറ്റ് ഈസ് ഇറ്റ് വിച്ച് കനോട്ട് ബി ഫർദർ, ചെറുതാക്കാൻ പറ്റാത്തത്, ഇൻഡിവിസിബിൾ. അപ്പോൾ ഏത് മാറ്റർ എടുത്താലും, അത് മാറ്റർ നമ്മൾ പഠിച്ചു സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, പല ഫോംസ് ഉണ്ട്. അതിൽ ഏത് ഫോം നമ്മൾ എടുത്താലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് വിച്ച് ആർ നോൺ ആസ് ആറ്റംസ്. ഓക്കെ, next postulate is that all atoms of a given element have identical properties. ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് എടുക്കുകയാണ് ഞാൻ, ഇപ്പോൾ ഗോൾഡ് ഞാൻ എടുത്തു, ഗോൾഡിൻ്റെ എലമെൻറ്റ്സിനൊക്കെ സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും, സിമിലർ. പക്ഷെ ഞാൻ സിൽവർ എടുത്താൽ ഗോൾഡിൻ്റെ ആറ്റത്തിൻ്റെ ഉള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല സിൽവറിനുള്ള. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓരോ എലമെൻറ്റിനും അതിൻ്റെതായ യുണീക്ക് പ്രോപ്പർട്ടീസ് ആയിരിക്കും അതിൻ്റെ ആറ്റത്തിന്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ. ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെൻറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ഐഡൻറ്റിക്കൽ മാസ്. ഓക്കെ, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ മാസ്. ഡെഫിനറ്റ്ലി നമുക്കറിയാം അല്ലേ, ഹൈഡ്രജൻ്റെ മാസ് അല്ല നമ്മളുടെ ഹൈഡ്രജൻ്റെ അടുത്ത് കിടക്കുന്ന ആൾക്ക് ഹീലിയത്തിനുള്ളത്, ലിത്തിയത്തിനുള്ളത്, അങ്ങനെ ഓരോ ആറ്റത്തിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസും ഉണ്ട്. ആൻഡ് ദേ ഹാവ് എ ഡെഫിനിറ്റ് മാസ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ. Next is compounds are formed when atoms of different element combine in a fixed ratio. നമ്മൾ തൊട്ട് മുന്നത്തെ ലോസിലൊക്കെ പഠിച്ചതാണ്, എക്സാമ്പിളും പറഞ്ഞതാണ് വാട്ടർ ആണ്. വാട്ടർ ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ആൻഡ് ദാറ്റ് റേഷ്യോ ഇസ് 2:1. ആൻഡ് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ്സ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. നമുക്കറിയാം നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ച മാതിരി ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നോ ഒന്നും നമ്മൾ പിന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നോ ഇല്ല. ബട്ട് ഹിയർ വി ആർ സംതിങ് ഗെറ്റിംഗ് റീഅറേഞ്ച്മെൻറ്റ് നടക്കുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത്. These are neither created nor destroyed in a chemical reaction. That is, atoms create ചെയ്യോ നശിപ്പിക്കപ്പെടുന്നോ ഇല്ല, but some types of rearrangement are taking place and these rearrangement leads to chemical reactions. സോ ഇതൊരു വളരെ ബ്രീഫായിട്ടുള്ളൊരു തിയറിയാണ്. നമ്മളിത് സെക്കൻഡ് ഇയറിൽ ആറ്റമിക് സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഡാൽട്ടൺസ് ആറ്റമിക് തിയറി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നമ്മളുടെ ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്.